ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മകൾ കിം ജുയെ ഔദ്യോഗിക പിൻഗാമിയായി തെരഞ്ഞെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു. ദക്ഷിണ കൊറിയൻ ചാരസംഘടനയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഔദ്യോഗിക പരിപാടികളിൽ പിതാവിനൊപ്പം സജീവ സാന്നിധ്യമാണ് കിം ജുയെ. മകൾ അടുത്ത പിൻഗാമിയാകുമെന്ന് അപ്പോൾ തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പിൻഗാമിയാകുന്നതിന് മുന്നോടിയായുള്ള പരിശീലന ഘട്ടത്തിലായിരുന്നു കിം ജുയെ. കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ വാർഷികാഘോഷം, കുംസുസാൻ പാലസ് സന്ദർശനം തുടങ്ങിയ പ്രധാന വേദികളിൽ കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജുയെയും പങ്കെടുത്തിരുന്നു. മാത്രമല്ല, നയപരമായ കാര്യങ്ങളിൽ ജുയെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതായും സൂചനകളുണ്ട്. ആരാണ് കിം ജു എ? ഡെന്നിസ് റോഡ്മാൻ എന്ന ബാസ്കറ്റ്ബോൾ താരം 2013 കിം ജുയെ കുറിച്ച് ആദ്യമായി ലോകത്തോട് വെളിപ്പെടുത്തിയത്. കിം ജുയുടെ യഥാർത്ഥ പ്രായം വ്യക്തമല്ല. ഏകദേശം 13 വയസ്സെങ്കിലും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസി ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം കുതിരസവാരി, സ്കൈയിങ്, നീന്തൽ എന്നിവയാണ് കിം ജുയുടെ ഇഷ്ടവിനോദങ്ങൾ. പോങ്യോങ്ങിലെ വസതിയിൽ തന്നെയാണ് ജുയെയുടെ പഠനവും. 2022 ഒരു മിസൈൽ പരീക്ഷണ സന്ദർഭത്തിലാണ് കിം ജോങ് ഉന്നിന്റെ കൈപിടിച്ച് നടന്നുവരുന്ന കിം ജുയെ ലോകം ആദ്യമായി കാണുന്നത്. ഇതിനുശേഷം ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങളിൽ അവർക്ക് വലിയ പ്രതീകാത്മക പ്രാധാന്യം നൽകുന്നുണ്ട്. പലപ്പോഴും പിതാവിനെ പിന്തുടരുന്നതിന് പകരം അദ്ദേഹത്തിന് ഒപ്പമോ അതിലുയരത്തിലോ നിൽക്കുന്ന രീതിയിലാണ് ജുയെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഉത്തര കൊറിയയുടെ അടുത്ത ഭരണാധികാരി ആരാകുമെന്നതിന്റെ സൂചനയായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. സാധാരണ കുട്ടികൾക്ക് അനുവദനീയമല്ലാത്ത നീളമുള്ള മുടിയും വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളും ധരിച്ചാണ് കിം ജുയെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉയർന്ന നേതാവിനെ പോലെയാണ് അവർക്ക് ഔദ്യോഗിക പരിപാടികൾ പരിഗണന ലഭിക്കുന്നത്. കടുത്ത പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഉത്തര കൊറിയൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി പിൻഗാമിയാകുന്നത് നിരീക്ഷകർ അത്ഭുതത്തോടെയാണ് കാണുന്നത്. കിം ജോങ് ഉന്നിന് ഒരു മകൻ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ജുയെ മാത്രമാണ് അദ്ദേഹം ഔദ്യോഗികമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കിമ്മിന്റെ സഹോദരിയായ കിം യോ ജോങ്ങിന്റെ ഭരണപരമായ സ്വാധീനം ഒരു പെൺകുട്ടിക്ക് അധികാരം ലഭിക്കുന്നതിനുള്ള മുൻഗണനയായി കാണാമെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കിം ജോങ് ഉൻ ഇപ്പോഴും ആരോഗ്യവാനായി തുടരുമ്പോൾ തന്നെ ഇത്ര നേരത്തെ പിൻഗാമിയെ നിശ്ചയിക്കുന്നത് എന്തിനാണെന്നത് നിഗൂഢമായി തുടരുകയാണ്. വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.